കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ പറഞ്ഞതുപോലെ നമ്മുടെ ദീർഘനാളുകളായിട്ടുള്ള കേരളത്തിലെ ആവശ്യം എയിംസ് ഉന്നയിച്ചു. കൂടാതെ മറ്റ് നമ്മുടെ ആശുമാരുടെ വേതനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം അത് ഉന്നയിച്ചു. അതിൽ പൊതുവായിട്ടുള്ളൊരു നിലപാട് സ്വീകരിക്കാമെന്നുള്ളതാണ് പറഞ്ഞത്. അതോടൊപ്പം ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ ഭാഗമായി ഇപ്പോൾ ഈ വർഷത്തെ ഫണ്ട് നമ്മൾ റിലീസ് ചെയ്ത് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള നന്ദി അറിയിച്ചു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ സാമ്പത്തിക വർഷം നമുക്ക് ലഭിക്കാനുള്ള തുക അത് സംബന്ധിച്ചും അത് ലഭിക്കുന്നത് സംബന്ധിച്ച ആവശ്യം ഉന്നയിച്ചു. പ്രത്യേകിച്ച് ഫീൽഡ് തല ആക്ടിവിറ്റിയിൽ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അത് തീർച്ചയായിട്ടും ആവശ്യമാണ്. അപ്പോൾ അതിലും കമ്മിറ്റഡ് ലയബിലിറ്റി എന്താണ് എന്നുള്ളത് നോക്കിയിട്ട് അത് പരിശോധിച്ച് വിധമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം ഗവൺമെന്റ് മിനിസ്റ്റർ നൽകുകയുണ്ടായി. അതുകൂടാതെ നമ്മുടെ ഇൻഷുറൻസ് കവറേജുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ BPL എന്ന് കേന്ദ്രം കണക്കാക്കുന്നത് 23.5 ലക്ഷം കുടുംബങ്ങളാണ്. വാസ്തവത്തിൽ നമുക്കതിൽ കൂടുതൽ ആ വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളുണ്ട്. അവർക്ക് ആ നിലയിൽ കേന്ദ്രത്തിൻ്റെ ഒരു പ്രീമിയം അതിൽ ലഭിക്കുന്നില്ല. അപ്പോൾ അവരെ കൂടി കൂടുതൽ ആളുകളെ അതിലേക്ക് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി കൂടുതൽ ആളുകളെ ഇൻഷുറൻസിന്റെ പരിരക്ഷയിലേക്ക് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കണമെന്നുള്ളത് പറഞ്ഞു. ഇപ്പോൾ കേരളം മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടെന്നുള്ളത് പറഞ്ഞു. അത് കേന്ദ്രം അതിലൊന്ന് കാര്യം അതിൽ പ്രവർത്തിക്കുന്നുണ്ട്, അതിലൊന്ന് തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയിട്ട് കാര്യം പരിശോധിക്കുന്നുണ്ട് എന്നുള്ളത് പറയുന്നുണ്ടായി. നീതി ആയോഗിന്റെ ഡോക്ടർ PK പോളുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. അപ്പോൾ അദ്ദേഹവുമായിട്ടുള്ള ചർച്ചയിൽ പ്രത്യേകിച്ച് പല കാര്യങ്ങൾ വന്നു. അതിൽ പ്രധാനമായിട്ടും ഈ ചൈൽഡ് കെയർ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട അപൂർവ രോഗങ്ങൾ ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരം SIT ആണ് അതിനുവേണ്ടിയിട്ടുള്ള സെന്റർ ഓഫ് എക്സലൻസ് ആയിട്ട് കേന്ദ്രം തിരഞ്ഞെടുത്തിട്ടുള്ളത്. രാജ്യത്ത് 10 സ്ഥാപനങ്ങളാണ്. അത് 2022 അവസാനമാണ് SIT തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ പല രോഗങ്ങളും ഇപ്പോഴും അതിൻ്റെ ഒരു കവറേജിനുള്ളിൽ കയറുന്നില്ല. അക്കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു. അതോടൊപ്പം ട്രോമ കെയറുമായി ബന്ധപ്പെട്ട് നമുക്ക് അപകടങ്ങൾ ഉണ്ടായി അടിയന്തരമായിട്ട് ചികിത്സ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു.